ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിബ്രോഫീസ് റൈറ്ററിൽ നിന്നും DLED ICT എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യം ശ്രദ്ധിക്കുക. 6ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ ഭാഗങ്ങളുടെ സംഖ്യ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സമാന ഭിന്നങ്ങൾ എന്നതിലുള്ള മാതൃക താഴെ കൊടുക്കുന്നു. ലിബ്രോഫീസ് റൈറ്റർ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുക. 5/7 = 10/14 എന്ന് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് ടൂൾ എടുത്ത് സമാന ഭിന്നങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യുക. പ്രസ്തുത ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോമിൽ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ PDF ആയി സേവ് ചെയ്യുക. ഇത് ചെയ്യാനായി നമുക്കാദ്യം ക്വസ്റ്റ്യൻ ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രോഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ ലിബ്രോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ലിബ്രോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ മാതൃകയിലേതുപോലെ എഴുതുകയാണ്. ഇത് മാത്സുമായി ബന്ധപ്പെട്ട ചില സമവാക്യങ്ങളുടെ രൂപങ്ങൾ പോലെയാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് താഴെയുള്ള ഈ പാനലിനകത്ത് പോയി ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇൻസേർട്ട് മെനുവിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഫോർമുല ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലിബ്രോഫീസ് മാത്ത് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്തേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് മാത്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിവിഷൻ ഓർ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കപ്പ് ലാംഗ്വേജ് പോലെ താഴെ ഒരു ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഇതിൽ ഈ കേളി ബ്രേസസിൻ്റെ ഉള്ളിലാണ് നമ്മൾ സംഖ്യകൾ കൊടുക്കേണ്ടത്. നമുക്ക് ആദ്യം എഴുതേണ്ട സംഖ്യ 5/17 ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് 5 കൊടുക്കാം. അടുത്ത ഭാഗത്ത് നമുക്ക് 7 കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ 7 കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കാണാം 5/7. അതിനുശേഷം നമുക്ക് സമം ഈക്വൽ ടു ഇടണം. ഈക്വൽ ടു ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് അപ്പുറത്തേക്കും ആവശ്യം. സംഖ്യകൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്കത് കോപ്പി ചെയ്യാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി കൊടുക്കണം. അപ്പുറത്ത് വെച്ച് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് സംഖ്യകൾ ഇവിടെ വേണ്ടത് 5-ന് പകരം 10 ആണ്, 7-ന് പകരം 14 നമുക്ക് കൊടുക്കാം. ഇത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. അതിനുശേഷം നമ്മൾ ഈ പേജിൽ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് പേജിൽ വെച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ വീണ്ടും ലിബ്രോഫീസ് റൈറ്റർ സോഫ്റ്റ്വെയറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ 5/7 10/14 ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബോക്സ് ടൂൾ എടുത്ത് സമാന ഭിന്നങ്ങൾ എന്ന് ടൈപ്പ് ചെയ്യുക എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ടൂൾ ഇതാണ്. അപ്പോൾ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ടൂൾ എടുക്കാം നമുക്ക്. അതിനുശേഷം നമുക്കിവിടെ ചെറിയൊരു ബോക്സ് ഡ്രോ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ചെറിയൊരു ബോക്സ് നമുക്ക് ഡ്രോ ചെയ്യാം. ഇനി അതിനകത്ത് നമുക്ക് സമാന ഭിന്നങ്ങൾ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് EN എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സമാന ഭിന്നങ്ങൾ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ സമാന ഭിന്നങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സമാന ഭിന്നങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വലുപ്പമൊക്കെ കൂട്ടിക്കൊടുത്ത് കാണുന്ന രീതിയിലേക്ക് മാറ്റാം. ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് ജസ്റ്റ് ചേഞ്ച് വരുത്താം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രസ്തുത ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോമിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ PDF ആയി സേവ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫയൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയൽ മെനുവിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. സേവ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മളെ ഹോം ഫോൾഡർ പലർക്കും തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ നമ്മളെ അറിയില്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്നതിൻ്റെ മുകളിലുള്ള ഫോൾഡർ ആയിരിക്കും എപ്പോഴും ഹോം ഫോൾഡറായിട്ട് വരിക. ഇവിടെ നമുക്ക് DLED എക്സാം 2023 എന്ന് കാണാം. അപ്പോൾ ആ ഫോൾഡറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ DLED പ്രൊഡക്ട്സ് നമ്മൾ എടുക്കുന്നു. ഇതിനകത്താണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇവിടെ പേര് കൊടുക്കേണ്ടത് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പറാണ്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ നമ്പർ
ഇതുപോലെയുള്ളൊരു നമ്പർ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ മലയാളം അക്ഷരം ഇവിടെ നമ്മൾ മലയാളം ലാംഗ്വേജ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം അണ്ടർസ്കോർ ഇടണം. അണ്ടർസ്കോർ ഷിഫ്റ്റും നമ്മളെ മുകളിലുള്ള ആൽഫബറ്റ്സിൻ്റെ മുകളിലുള്ള മൈനസും കൂടി ഒരുമിച്ച് അമർത്തുക. അതിനുശേഷം ക്വസ്റ്റ്യൻ 1 ആണ്, അപ്പോൾ നമുക്ക് Q1 എന്ന് കൊടുക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ 1 ആയതുകൊണ്ട് Q1 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 1 നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും കൊടുക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് Q1. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി PDF-ലോട്ട് മാറ്റാൻ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് ആസ് PDF എന്ന് പറയുന്ന ഐക്കൺ ലഭ്യമാണ്. അതല്ലെങ്കിൽ ഫയൽ മെനുവിൽ എക്സ്പോർട്ട് ആസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ആസ് PDF കൊടുക്കാം. ഇതിൽ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. നമ്മൾ ഓൾറെഡി സേവ് ചെയ്തത് കൊണ്ട് ആ പേരിൽ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ ഫോൾഡറും അത് തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോം ഫോൾഡറിൽ പോയി DLED പ്രൊഡക്ട്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ പേര് എഴുതി കൊടുക്കുകയും ചെയ്യാം. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്തത് അവിടെ കറക്റ്റായി സേവ് ആയിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ഇതൊന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലേക്ക് പോയി അവിടെ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ഓക്കെ, നമ്മൾ ചെയ്ത ഫയൽ ഇവിടെ ഓൾറെഡി ODT ഫയലായിട്ട് നമ്മൾ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ PDF ഫയലായിട്ടും കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈറ്റർ സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കാം. അമ്മു സ്വാമിനാഥനെ കുറിച്ചുള്ള വിവരങ്ങൾ ഹോം ഫോൾഡറിലെ DLED ഡോക്യുമെൻറ്റ്സിൽ അമ്മു m.odt എന്ന പേരിൽ ഫയലായി നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് താഴെ പറയുന്ന രീതിയിൽ ഒരു പ്രൊഫൈലായി ചിട്ടപ്പെടുത്തുക. ഒന്നാമത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിലെ വനിത സജീവ സാന്നിധ്യമെന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ശീർഷകമായി നൽകുക. ശീർഷകത്തിൻ്റെ ഫോണ്ട് സൈസ് 22-ൽ നീല നിറത്തിൽ ക്രമീകരിക്കുക. ഹോമിലെ DLED ഇമേജസിൽ നിന്ന് ammu.jpg എന്ന ചിത്രം ഇൻസേർട്ട് ചെയ്ത് ശീർഷകത്തിന് താഴെയായി ക്രമീകരിക്കുക. തന്നിരിക്കുന്ന കുറിപ്പ് ചിത്രത്തിന് താഴെയായി 2 ഖണ്ഡികയായി ക്രമീകരിക്കുക. ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മിനിമൈസ് ചെയ്യാം. ഇത് ചെയ്യാനായി ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് റൈറ്റർ എന്ന രീതിയിൽ ലിബ്രിയോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഇതിലെ ഫയൽ അഥവാ അമ്മു m.odt തുറക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഫയൽ മെനുവിൽ നിന്ന് ഓപ്പൺ ഓപ്ഷൻ എടുക്കുന്നു. ഇതിലെ ഹോം ഫോൾഡർ നിങ്ങൾക്കറിയാം, ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലുള്ളതാണ് ഹോം ഫോൾഡർ. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ DLED ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലേക്ക് പോകുന്നു. അവിടെയാണ് നമ്മുടെ ഫയലുള്ളത്. അമ്മു m.odt ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴെ ഓപ്പൺ കൊടുക്കുകയോ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുന്നു. ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ശീർഷകം കൊടുക്കണം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിലെ വനിത സജീവ സാന്നിധ്യം. അപ്പോൾ നമുക്കത് ഇവിടെ ടൈപ്പ് ചെയ്യാം. മുകളിലായി മൗസ് പോയിൻ്റർ എത്തിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഐക്കൺ നമ്മൾ മുകളിൽ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മലയാളം കീബോർഡ് ആക്കേണ്ടതുണ്ട്. ഇവിടെ ഓൾറെഡി മലയാളമാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ EN എന്നായിരിക്കും. ആ ENൽ പോയിട്ട് നമുക്ക് മലയാളം ചൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുക. മലയാളം ടൈപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കീകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണത്തിലെ സജീവ സാന്നിധ്യം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫോണ്ട് സൈസ് 22-ലേക്ക് ക്രമീകരിക്കണം. അതുപോലെ ഫോണ്ട് കളർ നീലയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മുതൽ ഇതുവരെ ഒന്ന് ഡ്രാഗ് ചെയ്യാണ്. മൗസ് അമർത്തി പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഐക്കണാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് അതിൻ്റെ സൈസുകൾ കാണാം. 22 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോണ്ട് സൈസ് 22 ആക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിനുശേഷം നമ്മൾ ഫോൺ കളർ ഇവിടെ എടുത്തിരിക്കുന്നു. ഈ ഐക്കണിൽ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ബ്ലൂ എന്ന് നമ്മൾ ഓരോ നിറത്തിൽ വെച്ചാലും അതിൻ്റെ പേര് ഇവിടെ കാണിക്കും. അപ്പോൾ ബ്ലൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതോടുകൂടി ബ്ലൂ കളറായിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ശീർഷകമായതുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതൊന്ന് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്യാം. അലൈൻമെൻറ്റ് ടൂൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹെഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മളതിന് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോമിലെ DLED ഇമേജസിൽ നിന്ന് ammu.jpg എന്ന ചിത്രം ഇൻസേർട്ട് ചെയ്ത് ശീർഷകത്തിന് താഴെയായി ക്രമീകരിക്കുക എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഇതിൽ നമ്മൾ ഹോം ഫോൾഡർ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലുള്ള DLED എക്സാം 2023 നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം DLED ഇമേജസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ammu.jpg നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഡബിൾ ക്ലിക്കോ ചെയ്യാം, അതല്ലെങ്കിൽ ഓപ്പൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇമേജ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആ ഇമേജ് ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഇവിടെ നമുക്ക് ചെറുതാക്കി വെക്കണമെങ്കിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ നോഡുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജിനെ ചെറുതാക്കാൻ കഴിയും. ഇനി നമ്മളിവിടെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മളോട് ഇവിടെ താഴെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്ന കുറിപ്പ് ചിത്രത്തിന് താഴെയായി 2 ഖണ്ഡികയായി ക്രമീകരിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന കുറിപ്പ് ചിത്രത്തിന് താഴെ ക്രമീകരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പാലക്കാട് എന്നെഴുതിയ ഈ ഒരു ഭാഗത്ത് ആദ്യ ഭാഗത്ത് കേഴ്സർ എത്തിച്ച് എൻ്റർ കീ, കീബോർഡിൽ എൻ്റർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ എൻ്റർ കീ നമ്മൾ പ്രസ് ചെയ്ത് ഇത് താഴേക്ക് എത്തിക്കുകയാണ്. ഇനി ഇതൊരു ഒറ്റ പാരഗ്രാഫായിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അന്തരിച്ചു എന്ന് കഴിഞ്ഞതിന് ശേഷം മൃണാളിനി എന്ന് മുതൽ തുടങ്ങുന്ന ഭാഗം നമുക്ക് അടുത്ത പാരഗ്രാഫായിട്ട് കൊടുക്കണം. അപ്പോൾ മൃണാളിനിയുടെ മുന്നിൽ നമ്മൾ കേഴ്സർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റർ കീ പ്രസ് ചെയ്ത് നമ്മൾ താഴേക്ക് എത്തിക്കണം. അപ്പോൾ നമ്മൾ 2 പാരഗ്രാഫാക്കി സെറ്റ് ചെയ്തു. ഇനി ഇതിനൊന്ന് പാരഗ്രാഫ് ഫോർമാറ്റും കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നിച്ച് സെലക്ട് ചെയ്യാം. പാലക്കാട് മുതൽ നമ്മൾ താഴ്ഭാഗത്തുള്ള തിരഞ്ഞെടുത്തു എന്ന് വരെയുള്ള ഭാഗം ഡ്രാഗ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫോർമാറ്റ് മെനുവിൽ പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. ഫോർമാറ്റ് പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൽ ബിഫോർ ടെക്സ്റ്റ്, ആഫ്റ്റർ ടെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മളോട് കാര്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ലൈന് മാത്രം ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു 1 സെൻറ്റിമീറ്ററിലേക്ക് ക്രമീകരിക്കുകയാണ്. ഫോർമാറ്റ് പാരഗ്രാഫിൽ പോയിട്ട് ഇനി നമുക്ക് ബിലോ പാരഗ്രാഫ്, അബവ് പാരഗ്രാഫ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ വല്ലാണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുത്തിട്ട് ഈ 2 പാരഗ്രാഫായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ ചോദ്യത്തിലുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫയൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ മെനുവിൽ സേവ് ആസ് എടുക്കാം. സേവ് ആസ് ആണ് ചെയ്യാൻ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒറിജിനൽ ഫയലിന് ചിലപ്പോൾ അത് ബാധിക്കാം. അപ്പോൾ ഫയൽ മെനുവിൽ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യാം. സേവ് ആസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഫോൾഡർ നമുക്ക് സേവ് ചെയ്യേണ്ടത് DLED പ്രൊഡക്ട്സിലേക്കാണ്. അപ്പോൾ ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുക, DLED പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ രജിസ്റ്റർ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കണം. രജിസ്റ്റർ നമ്പർ നമ്മളെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുന്നു. അണ്ടർസ്കോർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഷിഫ്റ്റ് അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ആൽഫബറ്റിൻ്റെ മുകളിലുള്ള മൈനസ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ മലയാളം കീബോർഡ് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അണ്ടർസ്കോർ ഇടാൻ ഷിഫ്റ്റ് മൈനസ് അമർത്തുന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 1 ആയതുകൊണ്ട് നമ്മൾ Q1 ക്വസ്റ്റ്യൻ 1 അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം സേവ് ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫയൽ ഒന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിനകത്ത് പോയിട്ട് DLED പ്രൊഡക്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സേവ് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്.